ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ വർഷങ്ങളായിട്ടുണ്ടായിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. വേറെ ആരോടും ചോദിക്കാൻ തോന്നിയിട്ടില്ലാത്ത ചോദ്യങ്ങൾ, നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തുന്ന ചോദ്യങ്ങൾ, നമ്മുടെ ജീവിതത്തെ പ്രതിസന്ധികളിലാക്കിയ ചോദ്യങ്ങൾ. അതിനൊക്കെ ഉത്തരം കിട്ടാതെ നമ്മൾ വർഷങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. ഇന്ന് ദൈവം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്നു. കാരണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അല്പസമയം ഞങ്ങളോടൊപ്പം തിരുവചന പഠനത്തിനായി ചിലവഴിക്കുക. കർത്താവിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ഇത് ഒരു മതത്തിൻ്റെ വിശ്വാസികൾക്കോ ഒരു സഭയുടെ വിശ്വാസികൾക്കോ ഉള്ളതല്ല. ഇത് മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മനുഷ്യർ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവർക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിച്ച് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിൽ ജീവിക്കാനും അവരെ സഹായിക്കുന്ന ഒരു വഴികാട്ടിയായ സന്ദേശമാണ്. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അഡിക്ഷൻ അഥവാ ആസക്തിയെക്കുറിച്ചാണ്. ആസക്തി എന്താണ് എന്ന് ചോദിച്ചാൽ ചുരുക്കമായി നമുക്ക് പറയാൻ കഴിയുന്നത്, മനുഷ്യൻ എന്തെങ്കിലും സബ്സ്റ്റൻസിന് അല്ലെങ്കിൽ എന്തെങ്കിലും സ്വഭാവത്തിന്, എന്തെങ്കിലും ശീലങ്ങൾക്ക്, എന്തെങ്കിലും വസ്തുക്കൾക്ക് അടിമയാകുക എന്നാണ് അതിൻ്റെ അർത്ഥം. അവരുടെ അങ്ങനെയുള്ള അടിമയായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ആ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ, ആ ഒരു പെരുമാറ്റം, അത് ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള തോന്നൽ. അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് മദ്യമോ മയക്കുമരുന്നോ പുകവലിയോ അങ്ങനെയൊക്കെയുള്ളതാണെങ്കിൽ അത് ലഹരിക്കാണ് അവരടിമയാകുക. കാരണം അവർ ലഹരിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു, ഒരു ബന്ധമുണ്ടാക്കുന്നു. കുറേ കാലം ഇങ്ങനെയുള്ള വസ്തുക്കളുമായിട്ട് നമ്മളൊരു ബന്ധമുണ്ടാക്കിയാൽ നമ്മുടെ തലച്ചോറിൽ ഒരു വഴി രൂപപ്പെടും, ഒരു പാത്ത് രൂപപ്പെടുകയും അത് നമ്മുടെ ബിഹേവിയറായി മാറുകയും നമ്മുടെ സ്വഭാവമായി മാറുകയും ചെയ്യും. അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാറ്റാൻ വളരെ പ്രശ്നമാണ്, അത് തിരുത്താൻ വളരെ പ്രശ്നമാണ്. അത് നമുക്ക് സമയം വേണ്ടി വരും അത് മാറ്റാനായിട്ട്. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും മദ്യത്തിനോ മയക്കുമരുന്നിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെരുമാറ്റങ്ങൾക്കോ എന്തെങ്കിലും വൈകല്യങ്ങൾക്കോ എന്തെങ്കിലും ആശയങ്ങൾക്കോ ചിത്രങ്ങൾക്കോ ഒക്കെ നമ്മൾ അടിമയായി തീരുന്നതാണ് അഡിക്ഷൻ. ഇത് യഥാർത്ഥത്തിൽ ഒരു തരം പൈശാചിക ബാധയാണ്. വളരെ മൈൽഡായിട്ട്, സാധാരണ എക്സ്ട്രീമായിട്ട് പൊസസ്ഡായ മനുഷ്യരെ നമുക്കറിയാം. അവർ കണ്ണ് തുറിക്കുകയും ബഹളം വയ്ക്കുകയും മറ്റു വേറെ ഭാഷകൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില പ്രത്യേകതരം സ്വഭാവങ്ങളുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ മനുഷ്യർ നോർമലാണെന്ന് തോന്നും, സാധാരണ മനുഷ്യരാണെന്ന് തോന്നും. എന്നാൽ അവരുടെ ബുദ്ധിയുടെ നിയന്ത്രണം ഈ സബ്സ്റ്റൻസിന്, ഈ വസ്തുവിന് അവർ കൊടുത്തിരിക്കുന്നു, മദ്യത്തിന് കൊടുത്തിരിക്കുന്നു. അവരെ നിയന്ത്രിക്കുന്നത് ഈ ശീലമാണ്. അപ്പം ഇതിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ അതിൽ നിന്ന് പിന്തിരിയണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അവർക്ക് സാധ്യമാകത്തില്ല. കാരണം ബ്രെയിനിൽ അതൊരു ബിഹേവിയറായി മാറിയിട്ടുണ്ട്, അതിനൊരു പാത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാറാൻ പറ്റത്തില്ല. ചിലർക്ക് ഈ വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന കൺസ്യൂം ചെയ്യുന്ന വസ്തുക്കൾ അവർക്ക് വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാക്കിയേക്കാം. അതായത് ആ സമയത്ത് അവർക്കത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് വെപ്രാളം വരാം. ചിലപ്പോൾ അവർ വളരെ അപരിചിതമായ രീതിയിൽ ഇടപഴകുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഈ അഡിക്ഷൻ തിരിച്ചറിയുകയും അത് മാറ്റാനും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഏതൊരു കാര്യത്തിലാണ് ആസക്തി ഉണ്ടാകുന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് സഹായിക്കണം. അതായത് ഒരു വസ്തു കൂടാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ലേ? അത് കിട്ടിയിരുന്ന സമയത്ത് അത് കിട്ടാതായാൽ നമുക്ക് വെപ്രാളം വരുന്നുണ്ടോ? നമുക്ക് ദേഷ്യം വരുന്നുണ്ടോ? നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന തോന്നൽ നമുക്കുണ്ടാകുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം ആ വസ്തുവിന് നമ്മൾ ഏകദേശം അഡിക്റ്റഡ് ആയെന്നുള്ളതാണ്. മൊബൈൽ ഫോൺ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾ, വീഡിയോ കാണുന്ന ആളുകൾ, അവർക്കൊക്കെ അത് കണ്ടില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അത് എന്തോ പോലെ തോന്നുക.
വെപ്രാളം തോന്നുക, അത് കിട്ടാതിരിക്കുമ്പോൾ ദേഷ്യം തോന്നുക, വീട്ടിലുള്ളവർക്കോട് ദേഷ്യപ്പെടുക, അവരെ ആക്രമിക്കാൻ ചെല്ലുക, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ വൈകല്യങ്ങൾ ഈ അഡിക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യർക്ക് ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ അതിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, പക്ഷേ അവരെക്കൊണ്ട് സ്വയം അത് പറ്റത്തില്ല. അതേസമയം അവരുടെ ബന്ധുമിത്രാദികൾക്കോ അല്ലെങ്കിൽ കൂട്ടുകാർക്കോ അവർ ഈ സ്വഭാവത്തിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹമുണ്ട്. അവരെല്ലാ തരത്തിലും ഉപദേശിക്കും, എല്ലാ തരത്തിലും വഴക്ക് പറയും, കളിയാക്കും. പക്ഷേ അവർ പുതിയ എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവുമായിട്ട് മുന്നിൽ വന്ന് ആ ശീലത്തെ തുടർന്നു കൊണ്ടുപോകുന്നത് കാണാം. അവർക്ക് അതിനെ ഉപേക്ഷിച്ചിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ലെന്നാണ് അവരുടെ വിചാരം. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഏകദേശം WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 12 സ്റ്റെപ്പുള്ള ഒരു പരിശീലന പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല, പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന കാര്യങ്ങൾ നമ്മൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. അത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. പല ആളുകളിൽ നിന്നും ഈ ശീലങ്ങളൊക്കെ മാറ്റാൻ അത് സഹായകരമായി തീർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ആലുവയിലൊരു സ്ഥലത്ത് ഞാൻ ഈ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു, കുട്ടികൾക്ക്. അപ്പോൾ ആ കുട്ടികളുടെ പിതാക്കന്മാർക്ക് ഇങ്ങനത്തെ ഒരു ശീലമുണ്ടായിരുന്നു. പക്ഷേ ഇത് അവർ പരിശീലിച്ച ശേഷം ആ മനുഷ്യൻ, അത്ഭുതകരമെന്ന് പറയട്ടെ, മദ്യപാനം നിർത്തിയതായിട്ടാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചത്. അതേപോലെ മറ്റൊരു സ്കൂളിൽ ഞാൻ സ്കൂൾ വിദ്യാർത്ഥികളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർക്കും ഇതേപോലെ ചില വഴികൾ കാണിച്ചു കൊടുക്കുകയുണ്ടായി. ആ കുഞ്ഞുങ്ങൾ അത് പരിശീലിച്ചു. പക്ഷേ അവരുടെ പിതാവ് മദ്യപാനം ഉപേക്ഷിക്കുകയും അവരിപ്പോൾ സന്തോഷമായിട്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വഴികൾ നിങ്ങൾക്ക് പ്രയോജനമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അല്പസമയം വളരെ ശ്രദ്ധയോടെ കേൾക്കാം. യഥാർത്ഥത്തിൽ അഡിക്ഷൻ ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കുന്നു എന്ന് അവർ തിരിച്ചറിയണം. സാധാരണമായി മദ്യപിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ആ ശീലം എൻജോയ് ചെയ്യുകയാണ്, ആ ശീലം ആസ്വദിക്കുകയാണ്, ആ ശീലം ആഘോഷിക്കുകയാണ്. കാരണം അത് ചെയ്യുമ്പോൾ വേറെ ഉത്തരവാദിത്തങ്ങളൊക്കെ അവർ മറന്നു പോകുന്നു. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി അവർക്ക് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമില്ല. അവർ ഫ്രീ ആയിട്ടിരിക്കും. അവർക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല, ആരോടും ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് ജീവിക്കണമെങ്കിൽ ഈ സാധനം ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് അതിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇതൊരു പ്രശ്നമുണ്ടാക്കുന്നു എന്നവർക്ക് തോന്നണം. പല ആളുകളും പറയുന്നത് ഇതൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ലെന്നാണ് പറയുക. ഇപ്പം നിങ്ങൾ മദ്യപിക്കുന്ന ഒരാളെ കണ്ടിട്ട് ചോദിക്കും, നിങ്ങൾ സുഖമായിരിക്കണം? എനിക്കൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അല്ല, അത് നിങ്ങൾ മദ്യപിച്ചിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫാമിലി അവരെയൊക്കെ ബാധിക്കില്ല. എങ്ങനെ? എനിക്കിപ്പോഴും ഒരു പ്രശ്നമില്ല, എനിക്ക് നല്ല കൺട്രോളുണ്ട്, നല്ല കൺട്രോൾ. ഏത് നിമിഷം വേണമെങ്കിലും എനിക്ക് സ്റ്റോപ്പ് ചെയ്യാം, ഏത് നിമിഷം വേണമെങ്കിലും. നമ്മൾ തീരുമാനിക്കുന്ന പോലെ എന്ന് വെച്ചാൽ അവർ പറയാൻ ശ്രമിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ ഇതുമായി കോപ്പപ്പായി പോവുകയാണ്, ഞാൻ ഇതുമായിട്ട് യോജിച്ച് പോവുകയാണ്, ഇത് ഉപയോഗിക്കുന്നതിന് എൻ്റെ ലൈഫിനൊരു പ്രശ്നവുമില്ല, അതുകൊണ്ട് ഞാൻ ഓക്കെയാണ്, ഐ എം ഹാപ്പി അബൌട്ട് ദിസ് അഡിക്ഷൻ, ഐ എം ഗോയിങ് വിത്ത് ദിസ്, ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്, എനിക്കിതൊരു പ്രശ്നമല്ല എന്നവർ പറയും. അങ്ങനെ അവർ അതൊരു പ്രശ്നമല്ല എന്ന് കാണുന്നിടത്തോളം കാലം അവർക്കത് തിരുത്തേണ്ട കാര്യമില്ല, മാറേണ്ട കാര്യമില്ല. കാരണം ദേ എൻജോയ് ഇറ്റ്. അതവർ ആസ്വദിക്കുക, അതവർ ഇഷ്ടപ്പെടുക. ആസ്വദിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനല്ലേ നമ്മളും ഇഷ്ടപ്പെടുക, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനല്ലേ നമ്മളും ഇഷ്ടപ്പെടുക. അവരും അത്രമേ യഥാർത്ഥത്തിൽ ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് അവരുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അവരുടെ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നെന്നും അവരുടെ കുടുംബ ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ഒക്കെ അത് ആ നിമിഷങ്ങളിൽ അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരികയില്ല. അപ്പോൾ അതുകൊണ്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് പിന്തിരിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം, ഈ കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കുന്നുണ്ട്, ഈ ശീലം ഞാൻ പിന്തുടരുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിനൊരു പ്രശ്നമാണ്, അതെൻ്റെ ജീവിതത്തെ 100% ഉപയോഗിക്കാൻ സഹായിക്കുന്നില്ല, എൻ്റെ പ്രൊഡക്ടിവിറ്റിയെ മൊത്തമായി ഉപയോഗിക്കാൻ പറ്റുന്നില്ല,
അത് കാരണം എൻ്റെ ക്രിയേറ്റിവിറ്റിയെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കൃത്യസമയത്ത് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, എനിക്ക് കൃത്യസമയത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പം ഈ ഒരു ശീലം പിന്തുടരുന്നതുകൊണ്ട് ഇത്ര പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കണം. കാരണം രോഗിക്ക് മാത്രമേ ഡോക്ടറിൻ്റെ ആവശ്യമുള്ളൂ. പ്രശ്നമില്ലെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സഹായത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടുന്നത്, ഈ ആൾക്ക് ഈ ശീലം കൊണ്ട് ഒരു പ്രശ്നമുണ്ട്, അതൊരു സീരിയസ് ബിഹേവിയറൽ പ്രോബ്ലമാണ്, അത് അവരുടെ കുടുംബാംഗങ്ങളെ ബാധിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ പ്രഷറിലാണ് താമസിക്കുന്നത്, അവർ ചൈൽഡ് അബ്യൂസ് നേരിടുകയാണ്, ഭാവിയിൽ അവരുടെ ജീവിതത്തിനും ഇതൊരു പ്രശ്നമായി തീർന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഭാവിയിലും സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നോട് സ്നേഹം നഷ്ടപ്പെടുന്നു, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹം നഷ്ടപ്പെടുന്നു, എൻ്റെ ജോലി നഷ്ടപ്പെടുന്നു, ഇതെൻ്റെ പ്രശ്നമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതിൽ നിന്ന് പുറത്തു വരണമെന്നുള്ള ഒരു ഇഷ്ടം തോന്നുകയുള്ളൂ. അങ്ങനെ ഇഷ്ടമില്ലാത്തവരെ സംബന്ധിച്ചോളം നമുക്ക് നിർബന്ധിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം വിചാരിക്കേണ്ടത്, എനിക്കൊരു പ്രശ്നമുണ്ട്, ഈ പ്രശ്നത്തിന് എനിക്കൊരു പരിഹാരം വേണം, ഇതിന് എനിക്കൊരു മാറ്റം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. ഇൻ റിയാലിറ്റി അങ്ങനെ ആഗ്രഹിച്ച് കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സഹായം ചോദിക്കാം. ബാക്കി എല്ലാ മനുഷ്യരും പാപികളാണ്, കുറവുള്ളവരാണ്, എല്ലാവരും. ദൈവം മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല ഒരു പരിഹാരത്തിന് വേണ്ടി നമുക്ക് ശ്രമിക്കാൻ പറ്റും. എന്തിനാണ് നമ്മൾ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ശ്രമിക്കുന്നത്? നിങ്ങൾ ഒരു നോക്കൂ, ബൈക്കിൽ യാത്ര ചെയ്യുമെന്ന് വിചാരിച്ചു. നിങ്ങളും നിങ്ങളുടെ കുടുംബമായിട്ട് നിങ്ങൾ ബൈക്കിൽ യാത്ര ചെയ്യുന്നു. ബൈക്ക് ഒന്ന് വീഴുന്നു, സ്ലിപ്പായി വീഴുന്നു. ആദ്യം നമ്മൾ എന്താ ചെയ്യുക? എതിരെ വരുന്നവനെ വഴക്കുണ്ടാക്കും. ഇതാ നമ്മൾ ചെയ്യുക. എന്തു ചെയ്യും? നമ്മൾ ആദ്യം ചെയ്യുന്നത് നിലവിളിക്കുക. അയ്യോ, ഓടി വായോ, രക്ഷിക്കണേ, ഞാനൊരു പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കും. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം, ഞാനിവിടെ ഒരു പ്രശ്നത്തിലാണ്, എനിക്കിവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല, നിങ്ങളെന്നെ സഹായിക്കണം. ഹെൽപ്പ് ഫോർ എ ക്രൈ. അത് കാണുമ്പോൾ ആളുകൾ ഓടി വന്നിട്ട് വണ്ടീനെ പൊക്കിയെടുത്ത് നമ്മളെ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും, അല്ലേ? അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇമോഷണൽ പ്രോബ്ലം ഉണ്ടായാൽ, ഒരു വൈകാരികമായ പ്രശ്നമുണ്ടായാൽ, നമ്മൾ ആരോടും സഹായം ചോദിക്കത്തില്ല. കാരണം നമ്മൾ വിചാരിക്കും, അവരെന്നെക്കുറിച്ച് എന്ത് പറയും, മറ്റുള്ളവരെന്നെക്കുറിച്ച് എന്ത് പറയും, എൻ്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് അവരറിഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ, നാണക്കേടില്ലേ, ഞാൻ അവരുടെ മുമ്പിൽ എങ്ങനെ ഇത് സമ്മതിക്കും? ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ വേട്ടയാടുന്നത് കാരണം നമ്മൾ ഒരിക്കലും ആരോടും ചോദിക്കത്തില്ല, സഹായം ചോദിക്കത്തില്ല. അങ്ങനെ സഹായം ചോദിക്കാതിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ഈ പ്രശ്നങ്ങൾ നിറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഒന്നുകിൽ വീട്ടിൽ താമസിക്കുന്നവരോട്, അല്ലെങ്കിൽ കൂട്ടുകാരോട്, അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ നമ്മുടെ ഇമ്മീഡിയറ്റ് ബോസിനോട് ഒക്കെ ഭയങ്കരമായി ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. അപ്പം അത് വരാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുകയും, എനിക്കൊരു സഹായം വേണം, ഇതൊരു പ്രശ്നമാണ് എൻ്റെ ജീവിതത്തിൽ, ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരണം, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റണം. അതിന് പ്രത്യേക സ്ഥലകാലങ്ങളൊന്നുമില്ല. യാത്ര ചെയ്യുമ്പോഴും നടക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നേ ഉള്ളൂ. കർത്താവേ, എൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുറേ വർഷങ്ങളായി ഈ ശീലം ഞാൻ മാറ്റണമെന്ന് വിചാരിക്കുകയാണ്, പക്ഷേ എന്നെക്കൊണ്ടതിന് പറ്റുന്നില്ല, എനിക്ക് നിൻ്റെ സഹായം വേണം. നമ്മുടെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങൾ, അഡിക്ഷൻ്റെ പ്രശ്നങ്ങൾ എന്ത് തന്നെയായിരുന്നാലും നമ്മളത് ആരോട് പറയണം? ദൈവത്തോട് സഹായം ചോദിക്കണം. ദൈവം അപ്പോൾ നമുക്കതിനൊരു പരിഹാരം തരും. അപ്പോൾ നമ്മൾ ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി ദൈവത്തിൻ്റെ സഹായം ചോദിക്കുമ്പോൾ ദൈവം അവർക്ക് ഉത്തരം നൽകും. ആളെ മാറാൻ സഹായിക്കുന്ന ദൈവമാണ്, തിരുത്താൻ സഹായിക്കുന്ന ദൈവമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വസ്തുക്കിന് അടിമയായിരിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തോട് പറയേണ്ടുന്നത്,
കർത്താവെ, ഇത് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കുന്നുണ്ട്, അത് എൻ്റെ കുടുംബ ബന്ധത്തിലൊരു പ്രശ്നമുണ്ടാക്കുന്നുണ്ട്, അത് എൻ്റെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ട്, ഇതെൻ്റെ ജോലിയെ ബാധിക്കുന്നുണ്ട്, ഇതെൻ്റെ പെരുമാറ്റത്തെ ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയണം. ഇനി എനിക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഞാൻ പല പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് പുറത്ത് വരണമെന്ന്. ഞാൻ പല പ്രാവശ്യം പരിശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവെ, എനിക്ക് സ്വയമായിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റത്തില്ല, എനിക്ക് നിൻ്റെ സഹായം വേണം. അതൊരു 3 വാക്കിൽ ആ കാര്യം നമുക്ക് പരിശീലിക്കാം. ഐ ഹാവ് എ പ്രോബ്ലം, എനിക്കൊരു പ്രശ്നമുണ്ട്. ഐ കനോട്ട് ഹാൻഡിൽ മൈസെൽഫ്, എനിക്കൊറ്റയ്ക്ക് ഇതിന് പരിഹാരം കാണാൻ പറ്റുന്നില്ല. ഐ നീഡ് ഗോഡ്സ് ഹെൽപ്പ്, എനിക്ക് ദൈവത്തിൻ്റെ സഹായം വേണം. ഈ കാര്യം നിങ്ങൾ ദൈവത്തോട് എത്ര പ്രാവശ്യം ഒരു ദിവസം പറയാൻ പറ്റുമോ അത്രയും പ്രാവശ്യം നിങ്ങൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്താണ് പറയേണ്ടുന്നത്? ദൈവമേ, ഈ സ്വഭാവം, ഈ ശീലം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കുന്നുണ്ട്, അതെൻ്റെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്നു, ഞാൻ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കിതിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് നിൻ്റെ സഹായം വേണം എന്ന് ദൈവത്തോട് ആവശ്യപ്പെടുക. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഇടപഴകൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണാം. ലോർഡ്, ഐ ഹാവ് എ പ്രോബ്ലം, ഐ കനോട്ട് ഹാൻഡിൽ മൈസെൽഫ്, ഐ നീഡ് ഗോഡ്സ് ഹെൽപ്പ്, എനിക്ക് ദൈവത്തിൻ്റെ സഹായം വേണം. ഇത്ര മാത്രം പ്രാർത്ഥിച്ചാൽ മതി. വേറെ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ ഒന്നും പ്രാർത്ഥിക്കേണ്ട. കാരണം ദൈവം നമ്മുടെ മനസ്സറിയുന്ന ദൈവമാണ്. അപ്പം ശരിക്കും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരിശീലിക്കേണ്ട 3 വാക്കുകളാണ് ഇത്. നിങ്ങളെപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുക. ഐ ഹാവ് എ പ്രോബ്ലം, ഐ കനോട്ട് ഹാൻഡിൽ മൈസെൽഫ്, ഐ നീഡ് ഗോഡ്സ് ഹെൽപ്പ്, എനിക്ക് ദൈവത്തിൻ്റെ സഹായം വേണം. കാരണം നമ്മൾ ദൈവത്തിനോട് കീഴടങ്ങി ദൈവത്തിൻ്റെ ഒരു സഹായം നമ്മൾ ചോദിക്കണം. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ പേരിലല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം, നമ്മളെക്കാൾ ഹയർ പവർ, മനുഷ്യന് ഹയർ പവറല്ല, മനുഷ്യൻ ലിമിറ്റഡാണ്, പരിമിതികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. നമ്മളെക്കാൾ ശക്തിയുള്ള ഒരാളുടെ സഹായം വേണം എന്ന് നമ്മൾ ആവശ്യപ്പെടുക എന്നാണ് സാധാരണയായിട്ട് പറയുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് നമ്മളെക്കാൾ ഹയർ പവറുള്ള ആൾ ദൈവമാണ്, ദൈവത്തിന് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് സഹായം ചോദിക്കണം. ദൈവമേ, എനിക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ദൈവത്തിൻ്റെ സഹായം വേണം എന്ന് ദൈവത്തോട് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപഴകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയും അത് എത്ര വലിയ അഡിക്ഷനാണെങ്കിലും, അത് എത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും അതിൽ നിന്ന് പിന്തിരിയാൻ നമ്മളെ സഹായിക്കാൻ ദൈവത്തിന് പറ്റും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ടോക്സിക് സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ, അത് വിഡ്രോവൽ സിംറ്റംസിന് ഇടയാക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് മാറ്റാൻ നമുക്കൊരു മെഡിക്കൽ സഹായം എടുക്കാം. പക്ഷേ ഈ ശീലത്തെ മാറ്റാൻ, ഈ ബിഹേവിയറിനെ മാറ്റാൻ, നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കപ്പെട്ട ഈ പാത്തിനെ മാറ്റാൻ നമുക്ക് ഒരു പക്ഷെ പറ്റിയെന്നിരിക്കില്ല. അവിടെയാണ് ദൈവത്തിൻ്റെ സഹായം വേണ്ടുന്നത്. അപ്പോൾ ദൈവം നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. ബൈബിൾ പറയുന്ന, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരിക. നമ്മൾ മുമ്പേ വരച്ച സർക്കിളിൽ പല കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ ദൈവത്തിനെ കൊണ്ടുവരിക. ഉടനെ അതുമായിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡ് എന്താണ്, അതുമായിട്ടുള്ള നമ്മുടെ നിലപാടെന്താണ്, അതുമായിട്ടുള്ള നമ്മുടെ റോൾ എന്താണ് എന്ന് നിശ്ചയിക്കാനും, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കൽ പോയിൻറ്റിൽ നമ്മൾ വെച്ചിരിക്കുന്ന കാര്യവുമായിട്ട് നമ്മൾ അഭേദ്യമായൊരു റിലേഷൻഷിപ്പിലാണ്, ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആസക്തിയിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുവാണെങ്കിൽ ദൈവത്തിനോട് നമ്മൾ സഹായം ചോദിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണത്തിൽ
മനുഷ്യർ വന്ന് നമ്മളെ സഹായിക്കും. പക്ഷെ നമ്മൾ മനുഷ്യരോട് സഹായം ചോദിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. കാരണം എന്താ? കാരണം മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഒരു പ്രഷർ കുക്കർ ലൈഫാണ്. എപ്പോഴാണ് പൊട്ടിത്തെറിക്കുകയെന്നോ തകർന്നു പോകാമെന്നോ നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനു മുമ്പ് നമ്മൾ ദൈവത്തോട് സഹായം ചോദിക്കണം. ദൈവമേ, എനിക്കൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ ജീവൻ കൊടുത്ത് നമ്മളെ വാങ്ങിയതുകൊണ്ട് നമ്മളുടെ ശരീരത്തിൻ്റെ, നമ്മളുടെ ജീവിതത്തിൻ്റെ ഉടമസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസിൽ ദൈവത്തെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതത്തെ കൃത്യമായി നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തെ കൃത്യമായി പരിപാലിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു വസ്തുവിനെയും, ഒരുപക്ഷെ മദ്യമോ മയക്കുമരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വഭാവശീലമോ അല്ലെങ്കിൽ ഏതെങ്കിലും എൻ്റർടൈൻമെൻറ്റുകളോ നമ്മളെ നിയന്ത്രിക്കാൻ അനുവദിക്കാതെ ദൈവം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ നമുക്ക് വഴി കണ്ടെത്താൻ തക്കവണ്ണം സഹായിക്കും. അതുകൊണ്ട് നമ്മൾ മറന്നു പോകാതെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട, ആവർത്തിക്കേണ്ട 3 വാക്ക് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഐ ഹാവ് എ പ്രോബ്ലം, ഐ കനോട്ട് ഹാൻഡിൽ മൈസെൽഫ്, ഐ നീഡ് ഗോഡ്സ് ഹെൽപ്പ്. എനിക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് എനിക്ക് സ്വയം പരിഹാരം കാണാൻ പറ്റുന്നില്ല, എനിക്ക് ദൈവത്തിൻ്റെ സഹായം വേണം എന്ന് ദൈവത്തോട് ആവശ്യപ്പെടുകയാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം, നമ്മൾ ബലഹീനരാണെങ്കിലും ദൈവം ശക്തനാണ്. നമ്മൾ ബലഹീനരാണ്, പക്ഷേ ദൈവം ശക്തനാണ്. ദൈവത്തിന് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. അതിൽ നമ്മൾ ആശ്രയിക്കുക, ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുക. നമുക്ക് അത് മാറ്റാൻ കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കുക. ദൈവം എല്ലാ തരത്തിലും ശക്തനായ ദൈവമാണ്. നമ്മുടെ ബലഹീനതവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോക്കസ് പോയിൻ്റ്, നമ്മുടെ ലൈഫിൻ്റെ ഫോക്കസ് പോയിൻറ്റിനെ മാറ്റാനും നമ്മുടെ ഇച്ഛാശക്തിയെ ദൈവത്തിന് സമർപ്പിക്കാനും, അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ദൈവത്തിൻ്റെ ബലിഷ്ഠമായ രക്ഷിക്കുന്ന ശക്തിയിൽ ആശ്രയിക്കാനും, ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പിശാചിൻ്റെ ഈ അടിമത്തത്തിൽ നമ്മളെ വിമോചിപ്പിക്കാൻ കർത്താവിന് കഴിയും. നമ്മൾ ദൈവത്തിനോട് ആശ്രയം ചോദിക്കുക മാത്രം ചെയ്താൽ മതി. ബാക്കി ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളിൽ ആഗ്രഹിക്കുക എന്നതും ഇച്ഛിക്കുക എന്നതും ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കി തരും. കാരണം നമ്മളുടെ ശക്തി, നമ്മളുടെ ഇച്ഛ, നമ്മളുടെ ആഗ്രഹം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ പരിപൂർണമായി മാറ്റുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അവൻ ക്രിസ്തുവിലാകുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി മാറും. നമുക്ക് ഒരു പുതിയ ജീവിതമുണ്ടാക്കും. നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ സമൂഹത്തിലോടുള്ള ബന്ധത്തിലും നമുക്ക് കൃത്യമായ ബോധ്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ആസക്തി, അതിനെ തിരിച്ചറിയുവാൻ, അതിൽ നിന്ന് പുറത്തു വരുവാൻ നീ ഞങ്ങൾക്ക് കാണിച്ചു തന്ന വഴിക്കായി അങ്ങേ സ്തുതിക്കുന്നു. അതുപയോഗിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിതത്തെ നയിക്കുവാനും അവിടുന്ന് സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കുക. കൂടുതൽ നല്ല സന്ദേശങ്ങൾ കേൾക്കുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് അറിയിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കരുതലും കാവലും നമുക്കൊപ്പം ഉണ്ടാകട്ടെ. ആമേൻ.